വർഷം 2023 സെപ്റ്റംബർ മാസം. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിക്കാട്ടിയ ഒരു കാർഡാണിത്. അതായത് ആധുനിക മിഡിൽ ഈസ്റ്റിൽ ഫലസ്തീൻ എന്നൊരു രാജ്യമില്ലെന്നും അവിടുത്തെ ജനതയ്ക്ക് അവിടെ ഭൂമി അവകാശപ്പെട്ടതല്ലെന്നും ലോകരാജ്യങ്ങളെ സാക്ഷി നിർത്തി ഈ തീവ്രവാദി പ്രഖ്യാപിച്ചു. ഫലസ്തീൻ ജനതയെ സഹായിക്കേണ്ടതും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതുമായ രാജ്യങ്ങൾ ഇസ്രായേലുമായി കൂടുതൽ നയതന്ത്രങ്ങൾ ശക്തിപ്പെടുത്തുകയും ഫലസ്തീൻ കോസിനെ നോർമലൈസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒക്ടോബർ എന്ന സംഭവം ഉണ്ടാകുന്നത്. ഇതോടുകൂടി ലോകചിത്രം മാറുകയാണ്. ഫലസ്തീൻ ഉറപ്പിക്കാൻ ശ്രമിച്ചവർക്കിടയിൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഫലസ്തീൻ്റെ നാമമാണ്. ഏത് കാലത്താണ് ഈ ജനതയ്ക്ക് അനീതിയിൽ നിന്നും മോചനം ലഭിക്കുക എന്ന ചോദ്യം മാത്രമാണ് ഇനി ബാക്കി. പൂർണ്ണമായും വലതുപക്ഷ രാഷ്ട്രീയ കാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ഇസ്രായേലിനും അമേരിക്കക്കും മേലെ സമ്മർദ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ പുലരിക്ക് വേണ്ടി നമ്മൾ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? അതൊരു സമീപകാല സ്വപ്നമല്ലെങ്കിൽ കൂടി ഫലസ്തീൻ വിമോചനത്തിൻ്റെ വഴികൾ വെട്ടിത്തുറക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഫലസ്തീൻ്റെ മുറ്റത്ത് കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന, കുമിഞ്ഞുകൂടിയ കബന്ധങ്ങളിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധമില്ലാത്ത ഒരു നല്ല പുലരിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.